ബോളിവുഡ് നടൻ ഷാറൂഖ് ഖാന്റെ വസതിയിൽ പരിശോധന. മുംബൈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. വസതിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തീരസംരക്ഷണ ചട്ടം ലംഘിച്ചോ എന്നാണ് പരിശോധിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിശോധനയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേർന്നത്? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അനുജ, ഞാനിപ്പോൾ ഉള്ളത് മന്നത്തിന് മുന്നിലാണ്. ബാന്ദ്രയിലെ ബാൻഡ് സ്റ്റാൻഡിന് അടുത്താണ്, അതായത് തീരമേഖലയോട് ചേർന്നുകൊണ്ടാണ് ഈ മന്നത്ത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. മന്നത്തിൽ ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. മുകളിൽ 2 നില അധികമായി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും ജോലിക്കാരെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുംബൈ കോർപ്പറേഷന് മുന്നിൽ വന്ന ഒരു പരാതിയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം പരിശോധനയുടെ ഭാഗമായി മുംബൈ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരൊപ്പം തന്നെ പരിസ്ഥിതി വകുപ്പിൽ നിന്നുള്ള ചില ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി പരിശോധന നടത്തിയത്. ഇത് കടലിന് തൊട്ടടുത്തായതുകൊണ്ട് തീര സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട നടപടികൾ എല്ലാം പൂർത്തിയാക്കിയിരുന്നു, അനുമതികളെല്ലാം തേടിയിരുന്നു എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. നേരത്തെ പൂജ ദദ്ലാനി, അതായത് ഷാറൂഖ് ഖാൻ്റെ മാനേജർ, ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എല്ലാ അനുമതികളും വാങ്ങിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് എന്നാണ്. നമ്മൾ പരാതിയിലേക്ക് ഒന്ന് പോയാൽ പരാതിയിൽ പറയുന്നത് മന്നത്ത് വെറും ഒരു വീടല്ല, അതിനപ്പുറത്തേക്ക് ഗ്രേഡ് 3 ഹെറിറ്റേജ് സ്ട്രക്ചറാണ്. വില്ല വിയന്ന എന്നതാണ് അതിൻ്റെ പേര്. അതുകൊണ്ട് ഇതിന് മറ്റൊരു തരത്തിൽ കൂടി പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവൃത്തി നടത്തുമ്പോൾ അതിന് എല്ലാ തരത്തിലുള്ള അനുമതികളും വേണം. മാത്രമല്ല സമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട അനുമതികളും വാങ്ങണം. അതൊന്നും വാങ്ങാതെയാണ് നിർമ്മാണം നടത്തുന്നത് എന്നതാണ് പരാതി. ഏതായാലും എന്തെങ്കിലും നടപടിക്രമത്തിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനയിൽ എന്ത് മനസ്സിലായി എന്നത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഏതായാലും മന്നത്തിൽ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ അതുപോലെ മുന്നോട്ട് പോകുന്നു. മുംബൈ കോർപ്പറേഷൻ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രവൃത്തി തടയുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടില്ല. പരിശോധന മാത്രം നടത്തി ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഷാറൂഖ് ഖാൻ താമസിക്കുന്ന വസതിയിൽ പുതുതായി നടത്തുന്ന ചില നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന രീതിയിലാണോ അതിനെ കോർപ്പറേഷൻ കണ്ടിരിക്കുന്നത്? തീർച്ചയായും നേരത്തെ മുംബൈ കോർപ്പറേഷൻ സമാനമായ ഒരു സാഹചര്യം കങ്കണ റണൌത്തുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കങ്കണയുടെ വീട്ടിൽ വസതിയിൽ ചില നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയപ്പോൾ അതിന് മുംബൈ കോർപ്പറേഷൻ്റെ അനുമതി കൃത്യമായി വാങ്ങിയില്ല. മുംബൈയിൽ യഥാർത്ഥത്തിൽ ഇത്തരം നിർമ്മാണ പ്രവൃത്തികളൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. വളരെ കർശനമായ നടപടികൾ പാലിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ വീടുകൾ പോലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താൻ കഴിയൂ. അതുകൊണ്ട് അത്തരമൊരു സാഹചര്യം കങ്കണയുടെ കാര്യത്തിൽ ഉണ്ടായി. പിന്നീട് മുംബൈ കോർപ്പറേഷൻ ബുൾഡോസറുകൾ എത്തിച്ച് അത് തകർത്ത് കളഞ്ഞു. ആ സമയത്ത് കങ്കണയും അന്നത്തെ സംസ്ഥാന സർക്കാരും തമ്മിൽ നീണ്ട നേർക്കുനേർ യുദ്ധത്തിലായിരുന്നു എന്നത് മറ്റൊരു പശ്ചാത്തലം. ഏതായാലും അന്ന് കങ്കണയുടെ വസതിയിൽ കേടുപാട് വരുത്തുന്നതിന് ഒരു കാരണമായി പറഞ്ഞത് ഈ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നതാണ്. ഷാറൂഖിൻ്റെ വസതിയിലും ഇപ്പോഴും ഏതാണ്ട് സമാനമായ രീതിയിൽ അത് ഏതെങ്കിലും തരത്തിൽ ഷാറൂഖും സർക്കാരുമായുള്ള ഏതെങ്കിലും ഏറ്റുമുട്ടലൊന്നും ഈ ഘട്ടത്തിൽ ഇല്ല. അതിനപ്പുറത്തേക്ക് ഒരു പരാതി സന്തോഷ് എന്നയാൾ നൽകിയ ഒരു പരാതിയാണ് മുംബൈ കോർപ്പറേഷൻ മുന്നിലേക്ക് വന്നത്. അതേ തുടർന്നുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. മന്നത്തിൽ പക്ഷേ ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നു. അതുകൊണ്ട് ഇതുവരെ മുംബൈ കോർപ്പറേഷൻ ഈ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം നോക്കി തന്നെ പറയാൻ കഴിയുന്നതാണ്. മന്നത്തിന് മുന്നിലേക്ക് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. കാരണം ഷാറൂഖിൻ്റെ വീടിന് മുന്നിൽ നിന്ന് ചിത്രം എടുക്കുന്നതൊക്കെ മുംബൈയിലേക്ക് എത്തുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ്. ആ തരത്തിൽ നമുക്ക് കാണാം, ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, മന്നത്തിന് മുന്നിൽ ഏത് സമയവും ഇതുപോലെ ആളുകൾ ഉണ്ടാവും, ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം. അതേസമയം മന്നത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ യാതൊരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. കോർപ്പറേഷൻ്റെയും വനംവകുപ്പിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഒരു പരിശോധന ഇപ്പോൾ ഷാറൂഖിൻ്റെ വസതിയിൽ നടന്നു എന്നത് മാത്രമാണ്. ഏതെങ്കിലും നിയമവിരുദ്ധമായ എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയോ എന്നുള്ള കാര്യം അറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ നൽകേണ്ടതായിരുന്നു, ഈ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല എന്നതാണ് നമുക്ക് മന്നത്തിന് മുന്നിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. ഇതിപ്പോൾ ആദ്യ ദിവസത്തെ പരിശോധനയാണോ ശ്രീനാഥ് അവിടെ നടക്കുന്നത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന്? ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു സമുദ്രത്തോട് ചേർന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു സംശയവും പരാതിയും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. തീരസംരക്ഷണ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അല്ലേ? തീർച്ചയായും നമുക്ക് ഈ മന്നത്തിൻ്റെ ഒരിടം, മന്നത്ത് എങ്ങനെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പരിശോധിക്കണമെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണ് ബാൻഡ് സ്റ്റാൻഡ്, ബാന്ദ്രയിലെ കടൽ. ഈ കടലിനോട് തൊട്ടുകൊണ്ടാണ് ഒരു 100 മീറ്റർ പോലും അകലമില്ല ഈ തീരത്ത് നിന്ന് ഷാറൂഖിൻ്റെ വസതിയിലേക്ക്. അത്രയും അടുത്താണ് ഈ വസതി ഇരിക്കുന്നത്. ബോളിവുഡിലെ പല പ്രമുഖരുടെയും വസതികളും ഇവിടെ തന്നെയാണ്. ഇവിടെ നിന്ന് അധിക ദൂരമില്ല ഗാലക്സി അപ്പാർട്ട്മെൻറ്റ്, അതായത് സൽമാൻ ഖാൻ്റെ വസതിയിലേക്ക്. അങ്ങനെ സമുദ്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ തീര സംരക്ഷണ നിയമം കർശനമായി നടപ്പാക്കേണ്ട ഒരു ഇടവും കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്നുണ്ടെങ്കിൽ അതിന് നേരത്തെ തന്നെ കോർപ്പറേഷനെ സമീപിക്കണം. വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയൊക്കെ അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമേ
മാത്രമേ അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാൻ വേണ്ടി കഴിയൂ. പക്ഷേ ഷാറൂഖിൻ്റെ വസതിയിൽ മെയ് മാസത്തിൽ തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തിയാണ് ഇതിപ്പോൾ, അതായത് കഴിഞ്ഞ മാസം തുടങ്ങിയതാണ്. ഇപ്പോൾ ഏതാണ്ട് 1.5 മാസത്തിലേറെയായി ഈ നിർമ്മാണ പ്രവൃത്തി ഇവിടെ നടക്കുന്നുമുണ്ട്. അതിനിടയിലാണ് കോർപ്പറേഷൻ മുന്നിലേക്ക് ഒരു പരാതി വരുന്നു. ഈ ചട്ടങ്ങളെല്ലാം പാലിച്ചല്ല, എല്ലാ അനുമതികളും വാങ്ങിയിട്ടില്ല, കോർപ്പറേഷനിൽ നിന്ന് മുൻകൂറായി കിട്ടേണ്ട അനുമതികൾ വാങ്ങാതെയാണ് ഷാറൂഖ് ഖാൻ ഈ തരത്തിൽ തൻ്റെ വസതിയായ മന്നത്തിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുന്നത് എന്നതാണ് പരാതി. അതേ തുടർന്നാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെയും പരിസ്ഥിതി വകുപ്പിലെയും ഒക്കെ ഉദ്യോഗസ്ഥരെത്തി ഇവിടെ പരിശോധന നടത്തി. ഇന്ന് ഒരു ദിവസത്തെ പരിശോധനയാണോ, ഇനി വരും ദിവസങ്ങളിൽ പരിശോധന നടത്തുമോ എന്നുള്ള കാര്യം അറിയില്ല. ഏതെങ്കിലും ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ഇതുവരെ കണ്ടെത്തിയതായും വിവരമില്ല. പ്രവൃത്തി ഇതുവരെ തടഞ്ഞിട്ടുമില്ല. ഈ ജോലികൾ ഇപ്പോഴും ഈ സമയവും അവിടെ പുരോഗമിക്കുന്നുമുണ്ട്. അനുജ.